തൃക്കരിപ്പൂർ ഇ.കെ. നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ടെക്നോവ 2.0 ദ്വിദിന ദേശീയ സാങ്കേതിക ഫെസ്റ്റിന് തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി മേള ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ടെക്നോവ പോലുള്ള ടെസ്റ്റുകൾ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുമെന്ന് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ഇ.കെ. നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടെക്നോവ 2.0 ദേശീയ സാങ്കേതിക ഫെസ്റ്റ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ തലത്തിൽ നിന്ന് റിസോഴ്സ് പേഴ്സൺസും വിദഗ്ധരുമെല്ലാം പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും അറിവുകളും ഏറെ വിപുലീകൃതമാക്കി തീർക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നാം ജീവിക്കുന്നത് പോസ്റ്റ് മോഡേൺ യുഗത്തിലാണ്. 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുത്തൻ സാങ്കേതിക വിദ്യയുടെ രംഗത്തുണ്ടാകുന്ന ഓരോ ചെറുചലനവും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള സംവേദനക്ഷമത നമ്മുടെ കലാലയ സമൂഹങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മണ്ഡലം എം.എൽ.എയും രാജഗോപാലനും ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള മുഖ്യാതിഥിയായെത്തി. കോളേജിലെ വേദിയിൽ നിലവിളക്ക് തെളിയിച്ചുകൊണ്ടാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്ക് അധികൃതർ ഔദ്യോഗികമായി നന്ദി കുറിച്ചത്. റോബോവാർ, കോഡ് ക്ലാഷ്, ഐഡിയത്തോൺ, പ്രയോഗ, പ്രൊജക്ട് മത്സരം തുടങ്ങിയ വൈവിധ്യമാർന്ന ഇനങ്ങൾ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇത്തവണ പ്രത്യേകം സയൻസ് ക്വിസും റോബോട്ടിക് മത്സരങ്ങളും ഉണ്ട്. ജനുവരി 30-ന് ഫെസ്റ്റ് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.